നമസ്കാരം. 5 വർഷത്തേക്ക് 20 ലക്ഷം രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ ആവശ്യമുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ലോൺ ആപ്പാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരുപാട് ലോണുകൾ, ജോലികൾ, മറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭ്യമാകുന്നതാണ്. നമുക്കറിയാം, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പേഴ്സണൽ ലോൺ എടുക്കാൻ ഇന്ത്യയിൽ ഒരുപാട് NBFCകളുണ്ട്, ഒരുപാട് ലോൺ ആപ്പുകളുണ്ട്. ഇവയിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പല തവണകളായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, ആപ്പ് പ്ലേ സ്റ്റോറിനകത്ത് ഉണ്ടോ, ആപ്പ് സ്റ്റോറിനകത്ത് ഉണ്ടോ നോക്കണം. അതിന്റെ കമന്റുകൾ വായിച്ചു നോക്കണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഇത് RBI അപ്രൂവ്ഡ് ആണോ, ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അഡ്രസ്സും കാര്യങ്ങളും ഇവരെ വെബ്സൈറ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വ്യക്തിഗത കാര്യങ്ങളിലേക്ക്, അതായത് നിങ്ങളുടെ ഫോട്ടോസിലേക്കോ നിങ്ങളുടെ ഫയലിലേക്കോ എന്തെങ്കിലും ആക്സസിബിലിറ്റി ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ലോണിന്റെ എഗ്രിമെന്റ് കൃത്യമായിട്ട് വായിക്കണം. ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. വൺസ് എല്ലാം സൈനപ്പ് ചെയ്ത് ലോൺ അപ്രൂവൽ ആയിട്ട് അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇൻട്രസ്റ്റ് അത്രയായിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFCകൾ മാത്രമാണ്. NBFCയുടെ ഡാറ്റ എടുത്ത് അതിൽ നിന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ അത് SMS ആയിട്ടോ ഫോൺ വിളിച്ചിട്ടോ ഒക്കെ ലോൺ അപ്രൂവൽ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഇഗ്നോർ ചെയ്യുക. അവരൊക്കെ സ്കാമേഴ്സ് ആണ്. പല തരത്തിലുള്ള ജെന്യൂൻ ആയിട്ടുള്ള NBFCകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് പലരും കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് പരിചയപ്പെടാം. കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് HDB ഫൈനാൻഷ്യൽ സർവീസ് എന്നാണ്. ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്കൊപ്പം സ്ക്രീനിൽ കാണാം HDB ഫൈനാൻഷ്യൽ സർവീസസ്. അവരുടെ പേഴ്സണൽ ലോൺ ആണ്. ഇത് വാട്സപ്പിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതാണ് വലിയൊരു കാര്യം. ഓൺലൈനായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ആപ്പ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ പല ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പല ഷോറൂമുകളിലൊക്കെ പോകാറുണ്ട്. അവിടെയൊക്കെ HDB ഫൈനാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റാഫ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. HDFCയുടെ സെയിം ലോഗോ, അതേപോലെയുള്ള ഒരു ലോഗോ തന്നെയാണ്. അവരുടെ ഒരു സബ്സിഡറി ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ബട്ട് HDB ഫൈനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അവർ സെപ്പറേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ്. നമുക്ക് നേരെ RBIയുടെ NBFCയുടെ ലിസ്റ്റിൽ പോകാം. NBFC ലിസ്റ്റ് നമ്പർ 4, അതായത് റോ നമ്പർ 4 തന്നെ അവരുടെ പേര് കാണാം. HDB ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, അഹമ്മദാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇനി നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റ് ആണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെബ്സൈറ്റിൽ നമുക്ക് ലോണിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും, ലൈക്ക് 2.5 ലാക്ക് ഓർ 10 ലാക്ക് നിങ്ങൾക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാം. അപ് ടു 20 ലാക്ക് വരെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഒരു 20 ലാക്ക് റുപ്പീസ് ഒരാൾ എടുക്കുന്നുണ്ടെങ്കിൽ ആവറേജ് ഇവരുടെ ഒരു കണക്കിൽ ഒരു 12% ഒക്കെ ഇൻട്രസ്റ്റ് ഇയർലി വരികയാണെങ്കിൽ നിങ്ങൾക്ക് 90,814 രൂപയാണ് EMI വരിക. അത് 25 മാസത്തേക്ക്. ഇനി 60 മാസത്തേക്ക് തന്നെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 44,489 രൂപയാണ് വരിക. പൊതുവെ ഇത്തരത്തിലുള്ള കമ്പനികൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു 24% വരെയൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ 24% ഒക്കെയാണ് ഇവർ വാങ്ങിക്കുന്നതെങ്കിൽ 57,536 രൂപ ഒരു മാസത്തേക്ക് EMI വരും, 20 ലക്ഷം രൂപയ്ക്ക്. അത് നമുക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് നോക്കാവുന്നതാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് 20 ലാക്ക് വരെ കിട്ടും. അട്രാക്റ്റീവ് പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. പിന്നെ ഫ്ലെക്സിബിൾ റീപേയ്മെന്റ് ഷെഡ്യൂൾ, അതായത് ഓട്ടോമാറ്റഡ് ആയിട്ട് അക്കൗണ്ടിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഫ്രീ ഡോക്യുമെന്റേഷൻ പ്രോസസ് ഒക്കെ വളരെ എളുപ്പമാണ്. ക്വിക്ക് പ്രോസസിംഗ് ആൻഡ് സ്പീഡി ഡിസ്പേഴ്സൽ, കൊളാക്ടറൽ ഗ്യാരണ്ടി അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല. ദെൻ പേഴ്സണൽ ലോണിന്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യണം. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ 21 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം. 60 വയസ്സ് വരെയുള്ളവർക്കാണ് ലോൺ കൊടുക്കുക. അതേപോലെ മിനിമം 1 ഇയർ ആയിട്ട് എംപ്ലോയ്മെന്റ് ഉണ്ടാവണം. സാലറി, ഒരു മാസത്തെ സാലറി എങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവണം ഒരു ഓർഗനൈസേഷന്. മിനിമം നെറ്റ് മന്ത്ലി ഇൻകം 20,000 ഓർ പ്ലസ്. അത് മെട്രോ ലൊക്കേഷൻസിലാണ്, അഹമ്മദാബാദ്, ബാംഗ്ലൂർ. ഇനി അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ 15,000 രൂപ ഉണ്ടെങ്കിലും കിട്ടും. 15,000 ഓർ 20,000, അത് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ. ഇനി രണ്ടാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികൾക്കാണ്. അതായത് ജോലി അല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 22 വയസ്സായിരിക്കണം. 65 വയസ്സ് വരെയുള്ളവർക്ക് കിട്ടുന്ന മാക്സിമം മിനിമം 3 വർഷത്തെ ബിസിനസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് 3 വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ITR എന്ന് പറയും, അതുണ്ടായിരിക്കണം. അതുപോലെ പേഴ്സണൽ ലോൺ ഫോർ സെൽഫ് എംപ്ലോയിഡ് ഇൻഡിവിജ്വൽസ്, പ്രൊഫഷണൽസിന് വേറെ ഉണ്ട്. ഇൻഡിവിജ്വൽസിന്റെ കേസിൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന മിനിമം ആനുവൽ ഇൻകം 1 ലാക്ക് എങ്കിലും ഉണ്ടായിരിക്കണം, 1 ലക്ഷം. മെട്രോപൊളിറ്റൻ സിറ്റിയിൽ. അല്ലാത്ത സ്ഥലങ്ങളിൽ 75,000 രൂപ ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽസിന്റെ കേസിലും സെയിം തന്നെയാണ്. ഇവിടെ ഇൻഡിവിജ്വൽസിന്റെ കേസിൽ, പ്രൊഫഷണൽസ് അല്ലാതെ സാധാരണ ഇൻഡിവിജ്വൽസിന്റെ കേസിൽ മിനിമം 4 ഇയേഴ്സ് വിത്ത് മിനിമം 2 ഇയേഴ്സ് സെയിം ബിസിനസ്, 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം.
ബിസിനസ് ഉണ്ടായിരിക്കണം. അതിൽ 2 വർഷമെങ്കിലും ആ സെയിം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൂടാതെ സെൽഫ് എംപ്ലോയിഡ് പ്രൈവറ്റ് ഓർ പാർട്ണർഷിപ്പ് ഫേമുകൾക്കും കിട്ടും. അവിടെയും ഇതേപോലെ തന്നെയാണ് 4 വർഷം മുതൽ ഓർ 2 വർഷത്തിൽ സെയിം ബിസിനസ് ആയിരിക്കണം. അതേപോലെ ബിസിനസ് മസ്റ്റ് ബി പ്രോഫിറ്റ് മേക്കിംഗ് ലാസ്റ്റ് 2 ഇയർ. ബിസിനസ് പ്രോഫിറ്റ് മേക്കിംഗിലായിരിക്കണം 2 വർഷമായിട്ട്. അത് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഫേമുകളെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള വേറൊരു കമ്പനി ലോൺ ആപ്പ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വളരെ സിസ്റ്റമാറ്റിക് ആണ്. എല്ലാവർക്കും കിട്ടും. പ്രൈവറ്റ് ലിമിറ്റഡ് LLP കമ്പനികൾക്ക് കിട്ടും, സെൽഫ് എംപ്ലോയിഡിന് കിട്ടും, സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസിന് കിട്ടും. അങ്ങനെ എല്ലാ ആൾക്കാർക്കും കിട്ടുന്ന ഒരു ലോൺ ആപ്പാണ്. ഒരു അടിപൊളി ആപ്പാണ്. 4ാമത്തെ റോയിലുള്ളതാണ്. നല്ലൊരു കമ്പനിയാണ്. നമുക്ക് ആപ്പിലേക്ക് ഒന്ന് പോവാം. ആപ്പിന്റെ പേര് HDB ഓൺ ദ ഗോ പേഴ്സണൽ ലോൺ ആപ്പ് എന്നാണ് പേര്. HDB ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്നാണ് ആപ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അവർ തന്നെ കമ്പനി അപ്ലോഡ് ചെയ്തതാണ്. 50 ലക്ഷം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആപ്പാണ്. ഇത്രയും ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കാണും 34%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആനുവൽ 11% to 34% വരെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സെക്ഷനിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് 20,000 to 40 lakh വരെ കൊടുത്തിട്ടുണ്ട്. 96 മാസം വരെ കൊടുത്തിട്ടുണ്ട്. 1700 പരം ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഇവരുടെ ബ്രാഞ്ച് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് മൊബൈൽ ആപ്പിലൂടെ എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടെങ്കിൽ HDBയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓർ യു ക്യാൻ കോൾ ദിസ് നമ്പർ +91 4442984541 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മറ്റൊരുപാട് സർവീസസ് അവർക്കുണ്ട്. ഇത് മാത്രമല്ല വെഹിക്കിൾ ലോൺസ്, ഡിജിറ്റൽ പ്രോഡക്റ്റ് ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഡിജിറ്റൽ പ്രോഡക്റ്റ് അല്ല, ഗാഡ്ജറ്റുകളൊക്കെയാണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് മൊബൈൽ ഫോൺ, ക്യാമറ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഗാഡ്ജറ്റുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതും ബിസിനസ് ലോണും 30 lakh വരെയുള്ള ബിസിനസ് ലോൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഗോൾഡ് ലോൺസ് കാര്യങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ലോൺ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 17 വർഷമായിട്ടുള്ള ഒരു വലിയൊരു കമ്പനിയാണ് HDB ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്നും ഒരാവശ്യത്തിന് നിങ്ങൾക്ക് പണം ലഭിക്കട്ടെ, ലോൺ കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ലോൺ എന്ന് പറയുന്നത് ഒരു വലിയ മോശമായിട്ടുള്ള സംഭവമല്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് പണം വേണമെങ്കിൽ നമ്മൾക്ക് ആരും ചോദിച്ചാൽ തരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോൺ എടുക്കാവുന്നതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, അതായത് പലിശ അടക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കമ്പനികൾ ലോൺ തരും. ആ ലോൺ ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റാനും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേയ്മെന്റ് അടക്കാനും ഒക്കെ നമുക്ക് സാധ്യമാവും. ഇതൊരു ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത്. എനിക്കൊന്ന് ക്രെഡിറ്റ് കാർഡിനെക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. ക്രെഡിറ്റ് കാർഡൊക്കെ ഒന്ന് ഡ്യൂ എന്തെങ്കിലും പ്രോബ്ലം ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പൊതുവെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് വർത്തായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ പണത്തിന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിലോ അവർക്ക് പേഴ്സണലിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കത് മോസ്റ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.